JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് എഴുതാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പശുവിൻ പാലിന്റെ പ്രധാന 5 ഗുണങ്ങൾ. ഒന്ന് അതിനെ സംബന്ധിച്ച ചോദ്യങ്ങളാണ്. ചോദ്യം 1, പശുവിൻ പാല് എല്ലുകളുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത്? പശുവിന്റെ പാല് എല്ലുകളുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത്? പശുവിന്റെ പാലിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ ഡി എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് അത്യാവശ്യമാണ്. ഇത് ഓസ്റ്റിയോപോറോസിസ് എന്ന എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. അപ്പോൾ പശുവിൻ പാലിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ ഡി എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് അത്യാവശ്യമാണ്. ഇത് എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങൾ തടയാനായിട്ട് സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്ക് പാൽ അത്യാവശ്യമാണോ? അപ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് പാൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് അല്ലേ? അപ്പോൾ അതെ. അപ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് പാൽ അത്യാവശ്യമായ ഒന്നാണ്. പശുവിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീന് പേശികളുടെ വളർച്ചയ്ക്കും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സഹായിക്കുന്നു. കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ അമിനോ ആസിഡുകൾ ഇതിൽ ധാരാളം ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് പാൽ അത്യാവശ്യമായ ഒരു ഘടകമാണ്. പശുവിൻ പാൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീന് പേശികളുടെ വളർച്ചയ്ക്കും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സഹായിക്കുന്നു. കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ അമിനോ ആസിഡുകളും ഇതിൽ ധാരാളമുണ്ട്. ഹൃദയാരോഗ്യത്തിന് പശുവിൻ പാൽ ഗുണകരമാണോ? ഹൃദയാരോഗ്യത്തിന് പശുവിൻ പാൽ ഗുണകരമാണോ? മിതമായ അളവില് പാൽ കുടിക്കുന്നത് ഹൃദയത്തിന് നല്ലതാണ്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അപ്പോൾ മിതമായ അളവില് പാൽ കുടിക്കുന്നത് ഹൃദയത്തിന് നല്ലതാണ്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അടുത്ത്, ശരീരഭാരം നിയന്ത്രിക്കാൻ പാൽ സഹായിക്കുമോ? ശരീരഭാരം നിയന്ത്രിക്കാൻ പാൽ സഹായിക്കുമോ? ഉറപ്പായിട്ടും അല്ലെ, സഹായിക്കും. പാലിലെ പ്രോട്ടീന് വയറ് നിറഞ്ഞുവെന്ന തോന്നൽ ഉണ്ടാക്കുകയും അനാവശ്യമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് അമിതവണ്ണം കുറയ്ക്കാൻ ഫലപ്രദമാണ്. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാൻ പാൽ സഹായിക്കും. പാലിലെ പ്രോട്ടീൻ വയർ നിറഞ്ഞുവെന്ന തോന്നൽ ഉണ്ടാക്കി അനാവശ്യമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് അമിതവണ്ണം കുറയ്ക്കാൻ ഫലപ്രദമാണ്. അടുത്ത്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പാൽ കുടിക്കുന്നത് നല്ലതാണോ? അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പാൽ കുടിക്കുന്നത് നല്ലതാണല്ലേ? അപ്പോൾ പാലിലെ വിറ്റാമിൻ ഡി സെറോട്ടോണില് സന്തോഷം നൽകുന്ന ഹോർമോൺ ഉൽപാദനത്തിന് സഹായിക്കുന്നു. കൂടാതെ രാത്രിയിൽ ചെറു ചൂടുള്ള പാൽ കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി പാൽ കുടിക്കുന്നത് നല്ലതാണ്. പാലിലെ വിറ്റാമിൻ ഡി സെറോട്ടോണില് സന്തോഷം നൽകുന്ന ഹോർമോൺ ഉൽപാദനത്തിന് സഹായിക്കുന്നു. കൂടാതെ രാത്രിയിൽ ചെറു ചൂടുള്ള പാൽ കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. പാൽ എങ്ങനെ സഹായിക്കുന്നു? പാൽ എങ്ങനെയൊക്കെയാ സഹായിക്കുന്നത്? ഓർത്തിരിക്കാൻ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഒന്നാമത്, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, സെലീനിയം, സിങ്ക് എന്നിവ രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ഇത് വൈറസുകൾക്കെതിരെ പോരാടാൻ ശരീരത്തെ സജ്ജമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാല് പ്രധാനപ്പെട്ട ഒന്നാണ്. പാലിന്റെ പ്രധാനപ്പെട്ട ഗുണമാണ് ഒന്ന്, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. 2, പ്രോട്ടീന്റെ സാന്നിധ്യം. അതായത് രോഗാണുക്കളോട് പോരാടുന്ന ആന്റിബോഡികൾ നിർമ്മിക്കാൻ പ്രോട്ടീൻ ആവശ്യമാണ്. പാലിലെ ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ പേശികൾ തളരാതെ സംരക്ഷിക്കുകയും ശരീരം വേഗത്തിൽ സുഖപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രോട്ടീന്റെ സാന്നിധ്യം അത് രോഗാണുക്കളോട് പോരാടുന്ന ആന്റിബോഡികൾ നിർമ്മിക്കാൻ പ്രോട്ടീൻ ആവശ്യമാണ്. പാലിലെ ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ പേശികൾ തളരാതെ സംരക്ഷിക്കുകയും ശരീരം വേഗത്തിൽ സുഖപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത്, നിർജ്ജലീകരണം തടയുന്നു. ഹൈഡ്രേഷൻ, അതായത് പനി ഉള്ളപ്പോൾ ശരീരം പെട്ടെന്ന് നിർജ്ജലീകരണത്തിന് ഇരയാകാം. പാലിൽ വെള്ളവും ലവണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കും. അതുപോലെ മികച്ച ഉറക്കം നൽകുന്നു. അതായത് ജലദോഷം ഉള്ളപ്പോൾ ശരിയായ വിശ്രമം അത്യാവശ്യമാണ്.
പാലിലെ ട്രിപ്റ്റോഫാൻ ഇത് അമിനോ ആസിഡ് നല്ല ഉറക്കം നൽകാനും ശരീരത്തിന് വിശ്രമം നൽകാനും സഹായിക്കുന്നു. അപ്പോൾ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ശരീരം വിശ്രമം അത്യാവശ്യമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ പാലിലെ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നല്ല ഉറക്കം നൽകാനും ശരീരത്തിന് വിശ്രമം നൽകാനും ഒക്കെ സഹായിക്കുന്നു. ജലദോഷം മാറ്റാൻ പാലിൽ ചേർക്കാവുന്ന ഔഷധക്കൂട്ട്, അതായത് ജലദോഷമൊക്കെ ഉള്ളപ്പോൾ വെറും പാൽ കുടിക്കുന്നതിനേക്കാൾ ഗുണകരമാണ് ഈ താഴെ പറയുന്നവ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചേർത്ത് കുടിക്കുന്നത്. എന്താണ്? മഞ്ഞൾപ്പാൽ, അതായത് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് തൊണ്ടവേദനയ്ക്കും കഫക്കെട്ടിനും ഒക്കെ മികച്ചതാണ്. മഞ്ഞളിലെ കൂർക്കുമിൻ എന്ന ഘടകത്തിന് വൈറസിനെ ചെറുക്കാനുള്ള ശേഷിയുണ്ട്. ഇഞ്ചി ചേർത്ത പാല്, അതായത് ഇഞ്ചി പാലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ജലദോഷം കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും പാലിലുണ്ട്. അത് മഞ്ഞൾപ്പാൽ, ഗോൾഡൻ മിൽക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ വളരെയധികം ഗുണപ്രദമായ രീതിയിൽ പാലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത് മിൽമ പ്രൈഡ് മിൽക്ക്. മിൽമ പ്രൈഡ് മിൽക്ക് അതായത് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി എന്നിവ ചേർത്ത് പ്രൈഡ് മിൽക്കിൽ 3.2% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. മിൽമ പ്രൈഡ് മിൽക്കിനെ കുറിച്ചാണ് പറയുന്നത്. മിൽമ പ്രൈഡ് മിൽക്ക് വിറ്റാമിൻ എയും വിറ്റാമിൻ ഡി എന്നിവ ചേർത്ത പ്രൈഡ് മിൽക്കിൽ 3.2% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് 500 മില്ലി സാഷകളിൽ ലഭ്യമാണ്. മിൽമ പ്രൈഡ് മിൽക്ക് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക്. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക് 500 മില്ലി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൂടുതൽ പോഷക സമൃദ്ധിക്കായി ആവശ്യമായ അളവിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും ചേർക്കുന്നു. ഏതിലാണ്? ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്കിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും ചേർക്കുന്നു. ഇതിൽ 3% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്കിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? 3% കൊഴുപ്പ്, 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. അടുത്ത് മിൽമ ടോൺഡ് മിൽക്ക്. അതിൻ്റെ അകത്ത് 3% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് കുട്ടികൾക്ക് പാലായോ ബോൺവിറ്റ പോലുള്ള തവിട്ട പാനീയങ്ങളായോ കഴിക്കാൻ അനുയോജ്യമാണ്. പാൽ കുറച്ചു നേരം അനങ്ങാതെ വച്ചാൽ കൊഴുപ്പ് മുകളിൽ അടിഞ്ഞുകൂടും. ഇത് 500 മില്ലി സാച്ചേറ്റുകളിൽ ലഭ്യമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. മിൽമ ടോൺഡ് മിൽക്കാണ്. അതിനെക്കുറിച്ച് പ്രത്യേകം ഓർത്തിരിക്കുക. 3% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. കുട്ടികൾക്ക് പാലായോ ബോൺവിറ്റ പോലുള്ള തവിട്ട് പാനീയങ്ങളായോ കഴിക്കാൻ അനുയോജ്യമാണ്. പാൽ കുറച്ചു നേരം അനങ്ങാതെ വെച്ചാൽ കൊഴുപ്പ് മുകളിൽ അടിഞ്ഞുകൂടും. ഇത് 500 മില്ലി സാച്ചേറ്റുകളിൽ ലഭ്യമാണ്. അടുത്ത് മിൽമ റിച്ച് മിൽക്ക്. മിൽമ റിച്ച് മിൽക്ക് അതില് 4.5% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. പായസവും മധുര പലഹാരങ്ങളും ഉണ്ടാക്കാൻ ഇത് അനുയോജ്യമാണ്. ഏതാണ്? മിൽമ റിച്ച് മിൽക്ക് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് മിൽമ സ്മാർട്ട് മിൽക്ക്. മിൽമ സ്മാർട്ട് മിൽക്ക് ഇതിൽ 1.5% കൊഴുപ്പും 9% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിന്റെ അളവ് കുറവായതിനാൽ പ്രായമായവർക്ക് അനുയോജ്യമാണ്. ചായ, കാപ്പി, വെളുപ്പിക്കുന്നതിനൊക്കെ ഫ്രൂട്ട് ഷേക്കുകൾ പോലുള്ള പാൽ അടിസ്ഥാനമാക്കിയുള്ള പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനും ഇത് ഉപയോഗിക്കാം. ഏതാണ്? സ്മാർട്ട് മിൽക്ക് ഓർത്തിരിക്കണം കേട്ടോ. പാൽ ഏകതാനമാക്കിയതിനാൽ കൊഴുപ്പ് മുകളിൽ അടിഞ്ഞുകൂടില്ല. 500 മില്ലി സാച്ചേറ്റുകളിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ ഈ മിൽമ സ്മാർട്ട് മിൽക്ക് പ്രത്യേകം ഓർത്തിരിക്കുന്നത് 1.5% കൊഴുപ്പും 9% കൊഴുപ്പില്ലാത്ത കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിന്റെ അളവ് ഇതിനകത്ത് കുറവാണ് അല്ലേ, അതുകൊണ്ട് പ്രായമായവർക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ ചായ, കാപ്പി, അതുപോലെ തന്നെ ഫ്രൂട്ട് ഷേക്കുകൾ പോലുള്ള പാൽ അടിസ്ഥാനമാക്കിയുള്ള പാനീയങ്ങളൊക്കെ തയ്യാറാക്കാൻ ഇത് ഉപയോഗിക്കാം. പാൽ ഏകതനമാക്കിയതിനാൽ ഇത് കൊഴുപ്പ് മുകളിൽ അടിഞ്ഞുകൂടില്ല. 500 മില്ലി സാച്ചേറ്റുകളിൽ ലഭ്യമാണ്. അടുത്ത് മിൽമ ലോങ് ലൈഫ് മിൽക്ക്. അത് കേട്ടിട്ടുണ്ടോ? മിൽമ ലോങ് ലൈഫ് മിൽക്ക് എന്ന് പറഞ്ഞാല് മിൽമ ലോങ് ലൈഫ് മിൽക്കില് ഉയർന്ന താപനില സംസ്കരണ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് ഉയർന്ന താപനില സംസ്കരണ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനാൽ റെഫ്രിജറേഷൻ ഇല്ലാത്ത 90 ദിവസം ഇത് ഉപയോഗിക്കാം. അതിനാൽ റെഫ്രിജറേഷൻ ഇല്ലാതെ തന്നെ ഇത് 90 ദിവസം ഉപയോഗിക്കാം. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് എന്നത്
ഒരു ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ്. ഇത് പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ 135 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കി ദ്രാവക ഭക്ഷണത്തെ അണുവിമുക്തമാക്കുന്നു. ഇതില് 3% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത ഖരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ലോങ് ലൈഫ് മിൽക്ക്. ലോങ് ലൈഫ് മിൽക്ക് ഉയർന്ന താപനില സംസ്കരണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനാൽ റെഫ്രിജറേഷൻ ഇല്ലാതെ 90 ദിവസം വരെ ഇത് ഉപയോഗിക്കാം. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് എന്നത് ഒരു ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ്. ഇത് പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ 135 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കി ദ്രാവക ഭക്ഷണത്തെ അണുവിമുക്തമാക്കുന്നു. ഇതിൽ 3% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത ഖരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. അടുത്ത സ്വർണ്ണപ്പാൽ. കേട്ടിട്ടുണ്ടോ സ്വർണ്ണപ്പാൽ എന്ന്? കുടിക്കാൻ തയ്യാറായ ഒരു പാൽ പാനീയമാണ് സ്വർണ്ണപ്പാൽ എന്ന് പറയുന്നത്. 180 മില്ലി ടിൻ പാത്രത്തില് പാക്ക് ചെയ്ത ഒരു സവിശേഷ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഇത്. ഇത് ഒരു അണുവിമുക്തമാക്കിയ ഉൽപ്പന്നമായതിനാൽ നിർമ്മാണ തീയതി മുതൽ 6 മാസമാണ് ഇതിന്റെ ഷെൽഫ് ആയുസ്. 180 മില്ലി ഒരു ഡോസ് കഴിച്ചാൽ 16 മില്ലിഗ്രാം പ്രകൃതിദത്ത കൂർക്കുമിനോയിഡുകൾ ലഭിക്കും. ഈ ഉൽപ്പന്നത്തിന്റെ ദൈനംദിന ഉപയോഗം മനുഷ്യന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അപ്പോൾ സ്വർണ്ണപ്പാലിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കുടിക്കാൻ തയ്യാറായ ഒരു പാൽ പാനീയമാണ് സ്വർണ്ണപ്പാല്. 180 മില്ലി ടിൻ പാത്രത്തിൽ ഇത് പാക്ക് ചെയ്ത ഒരു സവിശേഷ സോഫ്റ്റ് ഡ്രിങ്ക് ആണിത്. ഇതൊരു അണുവിമുക്തമാക്കിയ ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ നിർമ്മാണ തീയതി മുതൽ 6 മാസം ഇതിന്റെ ഷെൽഫ് ആയുസ് ഉണ്ട്. അതുപോലെ 180 മില്ലി ഒരു ഡോസ് കഴിച്ചാൽ 16 മില്ലിഗ്രാം പ്രകൃതിദത്ത കൂർക്കുമിനോയിഡുകൾ ലഭിക്കും. ഈ ഉൽപ്പന്നത്തിന്റെ ദൈനംദിന ഉപയോഗം മനുഷ്യന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അടുത്ത് ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക്. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക് 525 മില്ലി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് FSSAI മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൂടുതൽ പോഷക സമൃദ്ധിക്കായി ആവശ്യമായ അളവിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും ചേർക്കുന്നു. അതാണ് ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് മിൽമയെ കുറിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിൽമയെ കുറിച്ച് പലരും മിൽമയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടാവും. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും മിൽമയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഇത്. മിൽമയുടെ സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇത് പരീക്ഷയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. മിൽമയെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ. 1980 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ദേശീയ ക്ഷീര പദ്ധതിയുടെ സംസ്ഥാന അനുബന്ധമായി കേരള സഹകരണ പാൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ രൂപീകരിച്ചു. ഇത് ഒരു ത്രിതല സംഘടനയാണ്. 31/3/2022 കണക്കനുസരിച്ച് മിൽമയിൽ 3076 ആനന്ദ് മോഡൽ പ്രാഥമിക പാൽ സഹകരണ സംഘങ്ങൾ ഉണ്ട്. പ്രത്യേകം ഓർത്തിരിക്കണം കൃത്യം ഇതെല്ലാം. അതുകൂടാതെ 10.4 ലക്ഷം പ്രാദേശിക പാൽ ഉൽപാദക കർഷകർ അംഗങ്ങളാണ്. ഈ പ്രാഥമിക സൊസൈറ്റികളെ 3 പ്രാദേശിക സഹകരണ പാൽ ഉൽപാദന യൂണിയനുകളായി തിരിച്ചിരിക്കുന്നു. അതായത് തിരുവനന്തപുരം മേഖലയ്ക്ക് TRCMPU, എറണാകുളം മേഖലയ്ക്ക് ERCMPU, മലബാർ മേഖലയ്ക്ക് MRCMPU. അപ്പോൾ ഓർത്തിരിക്കുക, മിൽമയെ കുറിച്ചാണിത്. പ്രത്യേകം ഓർത്തിരിക്കണം, ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് 1980 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ദേശീയ ക്ഷീര പദ്ധതിയുടെ സംസ്ഥാന അനുബന്ധമായി കേരള സഹകരണ പാൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ രൂപീകരിച്ചു. ഇതൊരു ത്രിതല സംഘടനയാണ്. 31/3/2022 കണക്കനുസരിച്ച് മിൽമയിൽ 3076 ആനന്ദ് മോഡൽ പ്രാഥമിക പാൽ സഹകരണ സംഘങ്ങൾ ഉണ്ട്. കൂടാതെ 10.4 ലക്ഷം പ്രാദേശിക പാൽ ഉൽപാദക കർഷകർ അംഗങ്ങളാണ്. ഈ പ്രാഥമിക സൊസൈറ്റികളെ 3 പ്രാദേശിക സഹകരണ പാൽ ഉൽപാദക യൂണിയനുകളായി തിരിച്ചിരിക്കുന്നു. അതായത് തിരുവനന്തപുരം മേഖലയ്ക്ക് TRCMPU, എറണാകുളം മേഖലയ്ക്ക് ERCMPU, മലബാർ മേഖലയ്ക്ക് MRCMPU. പ്രത്യേകം ഓർത്തിരിക്കണം. മിൽമയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.